ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ അടുത്ത ട്വിസ്റ്റ് എന്ന് പറയുന്ന രീതിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. ഇപ്പോൾ മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അത് അത്ര വലിയ കാര്യമാക്കണ്ടായിരുന്നു. കാരണം ഒരു ത്രികോണ പോര് നടക്കുന്ന ഇടം തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്ഥലമായി മാറുന്നത്. എപ്പോഴായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായാലും നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. ത്രികോണ പോരാട്ടം നടന്ന സ്ഥലങ്ങളിൽ ആ ഒരു മത്സരത്തിൻ്റെ ആ ഒരു പോക്കെന്ന് പറയുന്നത് അതൊരു വേറെ ലെവൽ സംഭവം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അങ്ങനെ ഒരു രീതി വന്നിരിക്കുന്നത്. പാലക്കാട് ശരിക്കും ത്രികോണ പോരാട്ടം എന്നുള്ളത് ഉറപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അവിടെ UDF വിജയിച്ചിരിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് അവിടെ BJP വന്നിരിക്കുന്ന സ്ഥലം, മൂന്നാം സ്ഥാനത്താണ് LDF നിലവിൽ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഉറപ്പാണ് അവിടെ ഒരു ത്രികോണ പോരാട്ടം തന്നെ നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുമാത്രമല്ല BJPക്ക് ഇത്തവണ വലിയൊരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെ പാലക്കാട് പോലെ ഇത്രയും സ്വാധീനം BJPക്കുള്ള ഒരു സ്ഥലം കൂടി BJPക്ക് നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായി മാറുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അവർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഠിച്ച പണി 18 അവർ നോക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാലക്കാട് ഇത്തവണ ഏതെങ്കിലും തരത്തിൽ പിടിച്ചെടുക്കാനായിട്ട്, കഴിഞ്ഞ പ്രാവശ്യം വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ് അവർ രണ്ടാം സ്ഥാനത്തേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം പല പേരുകളാണ്. ഈ BJP സ്ഥാനാർത്ഥിയാണ് അവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത്. കാരണം BJP അവിടെ ആരെയായിരിക്കും നിർത്തുന്നത്, BJP ഏത് സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ നിർത്തുന്നത് എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മളവിടെ ഈ പറയുന്ന സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ ജോർജ് കുര്യനുമൊക്കെ പാലക്കാട് സ്വീകരണം കൊടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ തന്നെ ഈ പറയുന്ന സുരേഷ് ഗോപി അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പാലക്കാട് അവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഇറങ്ങാൻ നിൽക്കുന്നത്. പാലക്കാട് പിടിക്കാൻ പറ്റുന്ന, പാലക്കാട് വിജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തുമെന്ന് തന്നെയാണ് സുരേന്ദ്രനും പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, കാരണം പാലക്കാട് അവർ ഇത്തവണ ഏതെങ്കിലും വിധേന ജയിക്കാനായി സാധിച്ചു കഴിഞ്ഞാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ഊർജമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ ഒരു സ്ഥലത്ത് വിജയിച്ചിരിക്കുന്നു, വോട്ട് ശതമാനം വളരെയധികം കൂടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൊട്ടടുത്തായിട്ട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ്, അതും സ്വാധീനമുള്ള സ്ഥലത്ത് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സീറ്റ് BJPക്ക് എങ്ങാനും കിട്ടുകയാണെങ്കിൽ അത് BJPയുടെ ശക്തി വീണ്ടും കൂടും. BJPയുടെ ആ ഒരു നേട്ടം വലുതാക്കി കാണിക്കാൻ അവർക്ക് സാധിക്കും. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് തന്നെയുള്ള ഈ ഒരു വിജയം കൂടി അവർക്ക് വളരെ അധികം പ്രചോദനമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പക്ഷേ അതിന് തടയിടാനായിട്ട് എന്തായാലും UDFും LDFും ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ പഠിച്ച പണി 18 നോക്കും BJPയെ എങ്ങനെയെങ്കിലും അവിടെ തോൽപ്പിക്കാനായിട്ട്. തൃശ്ശൂർ അവർക്ക് കൈവിട്ടുപോയി. അത് വളരെയധികം നഷ്ടമായിട്ട് തന്നെയാണ് LDF ആയാലും UDF ആയാലും കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇനി പാലക്കാടും അങ്ങനെ ഒരു അട്ടിമറി സംഭവിച്ചു കഴിഞ്ഞാൽ അത് കനത്ത പ്രഹരമായിട്ട് രണ്ടു കൂട്ടർക്കും മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ഥാനാർത്ഥികളുടെ കാര്യം തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ സസ്പെൻസ് ആക്കി വച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും BJPയിൽ വരുന്ന സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ വളരെയേറെ കൂടുതലായി കേട്ട പേരുകൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ, കൃഷ്ണകുമാർ, അതോടൊപ്പം തന്നെ മേജർ രവിയുടെ പേര് വന്നിരുന്നു. അങ്ങനെ വലിയ വലിയ പേരുകളൊക്കെയാണ് പാലക്കാട് BJP സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക എന്നുള്ള രീതിയിൽ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഈ കൂട്ടത്തിൽ എന്തായാലും ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന്റെ പാലക്കാട് അന്നത്തെ ആ ഒരു പ്രസംഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് അവിടെ മത്സരിക്കാനായിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. പകരം മറ്റേതെങ്കിലും ഒരു വലിയ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും അവിടെ വന്ന് മത്സരിക്കുന്നത്. അന്തിമ തീരുമാനം എന്തായാലും പാർട്ടിയുടേത് തന്നെയാണ്. പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത്, പാർട്ടി കൊണ്ടുവരുന്ന ആ ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥി ആരെന്നുള്ളത് ശരിക്കും ഏവരും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അവിടെ തീർച്ചയായിട്ടും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അവരുടെ ശക്തി പ്രകടിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്ന ഒരു സ്ഥലം ഇത്തവണ അവർക്ക് മൂന്നാം സ്ഥാനത്തേക്ക് മാറിപ്പോകാനും പാടില്ല. കഴിഞ്ഞ തവണ നേടിയ വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ട് നേടാനും ശ്രമിക്കണം. അത് വിജയത്തിലേക്ക് എത്തിക്കാനും ശ്രമിക്കേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാലക്കാട് അറിയുന്ന
പാലക്കാടിലെ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വലിയ സ്ഥാനാർത്ഥി തന്നെ അവിടെ വന്ന് മത്സരിക്കാൻ തന്നെയാണ് വളരെയേറെ സാധ്യത കൂടുതലും. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ വളരെ വലിയൊരു മിന്നും പ്രകടനം കാഴ്ചവെക്കാനായിട്ട് തന്നെയായിരിക്കും BJP ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള പ്രചരണങ്ങളും പ്രകടനങ്ങളും എന്തായാലും BJPയുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. ഈ വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റായിട്ട് അവിടെ നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഈ പറയുന്ന UDF-ൽ നിന്നും LDF-ൽ നിന്നും എല്ലാം തന്നെ BJP-യിലേക്ക് ഒരു ചായ്വ് അവിടെ പലർക്കും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു തരത്തിൽ രണ്ട് പാർട്ടികളിൽ നിന്നും BJP-യിലേക്ക് വന്ന് ചേർന്ന് അംഗത്വം എടുത്തവരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് പാലക്കാട്. അതുകൊണ്ട് തന്നെ നമ്മൾ തൃശ്ശൂർ കണ്ട കണക്ക് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് സംഭവിക്കുമോ എന്നുള്ള പേടി ഈ പറയുന്ന കോൺഗ്രസിനും LDF-നും ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഷാഫി പറമ്പിൽ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി മത്സരിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അത് ജനങ്ങൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതും ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം ആയാലും LDF 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് നിലവിൽ. അപ്പോൾ ആ ഒരു 3-ാം സ്ഥാനത്ത് നിന്ന് LDF-ന് മുന്നിലേക്ക് വരാനായിട്ട് വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള കാര്യവും യാഥാർത്ഥ്യമാണ്. അത് തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനാർത്ഥി LDF നിർത്തുന്നത് വളരെ അധികം ജനങ്ങളിൽ അത്രത്തോളം സ്വാധീനം ഉണ്ടാക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം. പാലക്കാട് കാറ്റ് ഏത് ദിശയിലേക്കാണ് വീശാൻ പോകുന്നത്? അത് BJP-ക്ക് അനുകൂലമാകുമോ, UDF-ന് തന്നെ വീണ്ടും അനുകൂലമാകുമോ, ഒരു ട്വിസ്റ്റ് സംഭവിച്ച് അവിടെ LDF-ന് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്.